ടാർഗറ്റ് തികയ്ക്കാൻ ക്രൂരമായ തൊഴിൽ പീഡനത്തിന് ഇരയാക്കിയത് പുരുഷ ജീവനക്കാരെ മാത്രമല്ല, വനിതാ ജീവനക്കാരെയും. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന കൊച്ചിയിലെ മാർക്കറ്റിംഗ് സ്ഥാപനത്തിന്റെ ഡീലറായി പ്രവർത്തിക്കുന്ന പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന മാർക്കറ്റിംഗ് കമ്പനിയിലെ ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവന്നതെന്ന് മുൻ ജീവനക്കാരൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വിവിധ ശാഖകളുള്ള ഈ സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. മുമ്പും ഈ സ്ഥാപനത്തിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ സ്ഥാപന ഉടമ വയനാട് സ്വദേശി ഹുബൈലിനെ ജനുവരിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഹുബൈലിനെ പെരുമ്പാവൂർ പോലീസാണ് ഈ പരാതിയിൽ അറസ്റ്റ് ചെയ്തത്. വീടുകൾ തോറും കയറിയിറങ്ങി വിവിധ സാധനങ്ങൾ വിൽപ്പന നടത്തുകയായിരുന്നു ജീവനക്കാരുടെ ജോലി. പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിലേക്ക് രാത്രി ഇടിച്ചു കയറുന്ന ഹുബൈൽ പേഴ്സണൽ അസൈൻമെന്റ് എന്ന പേരിൽ അവരെ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് പരാതി. സ്ഥാപനത്തിൽ പുതിയതായി ജോലിക്ക് ചേർന്ന ഒരു യുവതി നൽകിയ പരാതിയിലാണ് ഹുബൈലിനെ അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ ജീവനക്കാരായ പല പെൺകുട്ടികളും പോലീസിനോട് ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു. തൊഴിലിന്റെ ഭാഗമായി പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ അവരുടെ മൊബൈൽ ഫോണുകൾ ഹുബൈൽ പിടിച്ചു വയ്ക്കുമായിരുന്നു. അതിനാൽ പലർക്കും വീടുകളിലേക്ക് തിരിച്ചു പോകാനോ ചൂഷണം പുറത്തു പറയാനോ സാധിച്ചിരുന്നില്ല. ടാർഗറ്റ് തികയ്ക്കാത്തതിന്റെ പേരിൽ പുരുഷ ജീവനക്കാരുടെ നേരെ നടത്തിയ അതിക്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് ഒടുവിൽ പുറത്തുവന്നത്. കെൽട്രോയിൽ നടന്ന തൊഴിൽ പീഡനമായും നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളുമായും ബന്ധമില്ലെന്ന് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് ജീവനക്കാർ വ്യക്തമാക്കിയെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. കഴുത്തിൽ ബെൽറ്റിട്ട് നായയെപ്പോലെ നടന്ന് പാത്രത്തിലെ നാണയത്തുട്ട് എടുപ്പിക്കും. അതുപോലെ തന്നെ നായയെപ്പോലെ നടന്ന് മുറിക്കുള്ളിലെ 4 മൂലകളിലും നിൽക്കുക. അങ്ങനെ ക്രൂരമായ പീഡനങ്ങൾക്കാണ് തൊഴിലാളികൾ വിധേയരായിരിക്കുന്നത്. ടാർഗറ്റ് തികയാത്തതിന്റെ പേരിലാണ് ജീവനക്കാർക്ക് പീഡനം നേരിടേണ്ടി വരുന്നത്. അടുത്ത ദിവസം ടാർഗറ്റ് തികയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ നടപടി. ഇതിനോട് പ്രതികരിക്കാൻ ജീവനക്കാർക്ക് ഭയമാണെന്ന് പീഡനം നേരിട്ട ജീവനക്കാരിൽ ഒരാൾ പ്രതികരിച്ചു. ജീവനക്കാരോട് ഭീഷണിയുടെ രീതിയിലാണ് സംസാരിച്ചു വെച്ചിരുന്നത്. ടാർഗറ്റ് തികച്ചില്ലെങ്കിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് സെയിൽ മോശമായിരുന്നുവെങ്കിൽ നാളെ മികച്ചതാക്കാനാണ് ഇതെല്ലാമെന്നാണ് അവർ പറയുന്നതെന്ന് മുൻ ജീവനക്കാരൻ പ്രതികരിച്ചു. 6000 മുതൽ 8000 രൂപ വരെയാണ് ഇവർക്ക് ശമ്പളമായി നൽകുന്നത്. ടാർഗറ്റ് തികച്ചാൽ പ്രമോഷനുകൾ, വലിയ ശമ്പളം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം. ജോലിയുടെ തുടക്കത്തിൽ 10 ദിവസം നോക്കിയിട്ട് പറ്റില്ലെങ്കിൽ നിർത്താൻ പറയും, മോട്ടിവേറ്റ് ചെയ്യും. 6 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം മാനേജരാക്കും. മാനേജർമാരുടെ ശമ്പളവും സൗകര്യങ്ങളും പറഞ്ഞാണ് ജീവനക്കാരെ പിടിച്ചു നിർത്തുന്നതെന്ന് മുൻ ജീവനക്കാരൻ പറഞ്ഞു. ആദ്യം ടാർഗറ്റ് ഇല്ലെന്നാണ് തന്നോട് പറഞ്ഞത്. 1 മാസം കഴിഞ്ഞ് 2000 രൂപ ടാർഗറ്റ് നിശ്ചയിച്ചു. ടാർഗറ്റ് ആവാത്ത ദിവസങ്ങൾ കുറവാണ്. 10 ദിവസം ടാർഗറ്റ് നേടി 1 ദിവസം ഇല്ലെങ്കിൽ അടി കിട്ടും. ആദ്യ മാസങ്ങളിൽ ചെറിയ പീഡനമായിരിക്കും. പാന്റ് അഴിപ്പിച്ച് നിർത്തും. എന്തായാലും ഈ ക്രൂര പീഡനങ്ങൾ ചെയ്യിക്കുന്നത് മാനേജർമാരാണെന്നും യുവാവ് പറയുന്നുണ്ട്.